തിരികൾ എരിയും തിരുവൾത്താരയിൽ തീരാ സ്നേഹത്തിൻ തിരികളിത്ര പൂക്കളലങ്കരിക്കും പൊൻവേദി പുണ്യത്തിൻ പൂക്കളെത്ര തിരികൾ എരിയും തിരുവൾത്താരയിൽ തീരാ സ്നേഹത്തിൻ തിരികളെത്ര പൂക്കളലങ്കരിക്കും പൊൻവേദി പുണ്യത്തിൻ പൂക്കളെത്ര സ്വയമൊരുക്കി അണിചേരൂ ജനമേ ബലിയടയ്ക്കാൻ അണിചേരൂ സ്വയമൊരുക്കി അണിചേരൂ ജനമേ ബലിയടയ്ക്കാൻ അണിചേരൂ പൂവിന്റെ പരിമളം പരിസരവ്യാപകം പൂപോൽ നമ്മളും സന്നിധി നിൽക്കണം പൂവിന്റെ പരിമളം പരിസരവ്യാപകം പൂപോൽ നമ്മളും സന്നിധി നിൽക്കണം പുണ്യത്തിൻ പൂക്കളാൽ പരിമളം തൂവണം ബലിവേദി അലങ്കരിച്ചിടേണം പുണ്യത്തിൻ പൂക്കളാൽ പരിമളം തൂവണം ബലിവേദി അലങ്കരിച്ചിടേണം ജീവിതം ബലിയാണെന്നോർമ്മ വേണം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന ഏവർക്കും പങ്കെടുക്കത്തക്ക വിധത്തിൽ ക്രമീകരിക്കപ്പെട്ട് അർപ്പിക്കപ്പെടുകയാണല്ലോ ഇവിടെ. ശാലോം പ്രേക്ഷക കുടുംബത്തിനും ഇവിടെ ഈ ദിവ്യബലിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഈശോയുടെ ഈ തിരുബലിയുടെ അനുഗ്രഹങ്ങൾ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാമും നമ്മുടെ കുടുംബങ്ങളും അയൽവക്കങ്ങളും ബന്ധുമിത്രാദികളുമൊക്കെ ഈ ബലിയുടെ സൽഫലങ്ങൾ സ്വീകരിച്ച് അനുഗ്രഹീതരായി തീരുവാൻ ദൈവമായ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന ഈ ബലിയിൽ താല്പര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം.
അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്ലീഹന്മാരുടെ ഓർമ്മയാചരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് പാപികളായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാലം സുസ്ഥിരമെന്നെന്നും. അനവദ്യം മമ നാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ.
സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശ്രയിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയനു വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ. വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവനത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അതിൻ്റെ മധ്യത്തിൽ അവനൊരു കാവൽ മാടം പണിതു. മുന്തിരിച്ചക്ക കുഴിച്ചിടുകയും ചെയ്തു. അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ്. ജെറുസലേം നിവാസികളെ, യൂദയായിൽ വസിക്കുന്നവരെയും എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവിൻ. എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത്? ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും. അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും. തോട്ടം ചവിട്ടി മെതിക്കപ്പെടും. ഞാൻ അതിനെ ശൂന്യമാക്കും. അതിനെ വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചുവട് കിളക്കുകയോ ചെയ്യുകയില്ല. അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും. അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. യൂദാജനമാണ് അവിടുന്ന് ആനന്ദം കൊള്ളുന്ന കൃഷി. നീതിക്ക് വേണ്ടി അവിടുന്ന് കാത്തിരുന്നു. ഫലമോ
രക്തച്ചൊരിച്ചിൽ മാത്രം. ധർമ്മനിഷ്ഠയ്ക്ക് പകരം നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ. കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാക്കുമനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാദവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പകലുകളോടവിരത്തമവിടുത്തെ പുകളുര ചെയ്യുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശ്രയിച്ചാലും. മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇനി നിങ്ങൾ എഴുതി ചോദിച്ച കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം. സ്ത്രീയെ സ്പർശിക്കാതിരിക്കുകയാണ് പുരുഷന് നല്ലത്. എന്നാൽ വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാമെന്നതുകൊണ്ട് പുരുഷന് ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യധർമ്മം നിറവേറ്റണം. അതുപോലെ തന്നെ ഭാര്യയും. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറേ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സമയനക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. ഇത് ഒരു ആനുകൂല്യമായിട്ടാണ് ഞാൻ പറയുന്നത്, കൽപ്പനയായിട്ടല്ല. എല്ലാവരും എന്നെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത്. അവിവാഹിതരോടും വിധവകളോടും ഞാൻ പറയുന്നു, എന്നെപ്പോലെ ആയിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. എന്നാൽ സമയമനം സാധ്യമല്ലാത്തവർ വിവാഹം ചെയ്തു കൊള്ളട്ടെ. വികാരം കൊണ്ട് ദാഹിക്കുന്നതിനേക്കാൾ വിവാഹിതരാകുന്നതാണ് നല്ലത്.
വിവാഹിതരോട് ഞാൻ കൽപ്പിക്കുന്നു, ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്. അഥവാ വേർപിരിയുന്നെങ്കിൽ അവിവാഹിതരെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ ഭർത്താവുമായി രമ്യപ്പെടണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിത തുലിക പോലെ നാവിപ്പോ. താതനും അതുപോൽ സുധനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 9-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, ഐക്യപ്പെട്ടവനെന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുൻപ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ ഇവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നീ നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി. സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെ എന്ന് അവർ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു. അവർ അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു. നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവായ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവായ ദൈവം അവിടുത്തെ വചനങ്ങളിലൂടെ
ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഈ പരിശുദ്ധ കുർബാന മധ്യേ വായിക്കുന്നതിനു വേണ്ടി പഴയ നിയമ പുതിയ നിയമ ഭാഗങ്ങൾ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്നു. നാം കേട്ട ഈ ദൈവവചന ഭാഗങ്ങളെക്കുറിച്ച് അല്പസമയം പ്രാർത്ഥനാപൂർവം ചിന്തിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ദൈവം എങ്ങനെ ഇടപെടുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യാം. പഴയ നിയമത്തിലെ ആദ്യം നമ്മൾ കേട്ട വായന നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ആധ്യാത്മിക ഫലം പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു അറിയിപ്പാണ്. ദൈവം പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ അവിടുത്തെ മുന്തിരിത്തോട്ടത്തിലെ ആളുകളായ നമ്മിൽ നിന്ന് കാണാതെ വരുമ്പോൾ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത നല്ല ഒരു കൃഷിക്കാരനോ ഒരു നല്ല പിതാവിനോ ചേർന്ന മനോഭാവത്തോടെ ദൈവം നിൽക്കുമ്പോൾ ഒന്നും കാണാതെ വരുന്ന മാനസിക അവസ്ഥ, നല്ല ഫലങ്ങൾ ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ മുന്തിരിത്തോട്ടത്തിന് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുത്തിട്ടും അവിടെ നിന്ന് കിട്ടിയ ഫലങ്ങൾ കാട്ടുമുന്തിരിയുടേതാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായ ചെയ്ത പ്രവൃത്തികളെല്ലാം വിഫലമായി പോയി എന്ന് തോന്നിപ്പിക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ മുൻപാകെ കാട്ടുമുന്തിരി ഫലം പുറപ്പെടുവിക്കുന്ന മനുഷ്യർ. ദൈവത്തിൻ്റെ ഹൃദയത്തിന് അസഹനീയമാണ് ഇക്കാര്യം. ക്രൈസ്തവ ജീവിതത്തിലെ ശോച്യാവസ്ഥ, ആധ്യാത്മികതയുടെ ശോഷണമാണ് അതിൻ്റെ പിന്നിൽ നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം പ്രദാനം ചെയ്തിട്ടും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആധ്യാത്മിക ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം നമ്മെ തന്നെ വിലയിരുത്തുകയും ദൈവത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് കൂടുതൽ ചേർന്ന് നിൽക്കുവാനുള്ള പരിശ്രമത്തിലേക്ക് പോവുകയും വേണം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആധ്യാത്മിക ഫലത്തെക്കുറിച്ചാണ് ആദ്യത്തെ പഴയ നിയമ വായനയിൽ നാം കേട്ടതെങ്കിൽ രണ്ടാമത്തേതിൽ ക്രിസ്തീയ കുടുംബങ്ങളുടെ ധാർമ്മികതയാണ്. ക്രിസ്തീയ കുടുംബങ്ങളിൽ അവലംബിക്കേണ്ട ധാർമ്മികതയെക്കുറിച്ച് പൗലോസ്ലീഹ തന്നെ ഉദാഹരണമാക്കിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. വേണ്ടതുപോലെ എല്ലാം ക്രമീകരിച്ചു തരുന്ന ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ കുടുംബജീവിതം നയിക്കാവൂ എന്ന ഓർമ്മപ്പെടുത്തലാണ് പൗലോസ്ലീഹ നമുക്ക് നൽകിയത്. വീണ്ടും നമ്മൾ ഈശോയുടെ തന്നെ സ്വന്തം വചനങ്ങൾ, സുവിശേഷ ഭാഗം, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിലെ 9-ാമത്തെ അധ്യായത്തിലെ ഏതാനും വചനങ്ങളാണ്, തിരുവചനങ്ങളാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ തൻ്റെ പ്രബോധനങ്ങൾ നൽകിക്കൊണ്ട് കടന്നു പോകുമ്പോൾ വഴിയരികിൽ ജന്മന അന്ധനായ ഒരുവൻ. ശിഷ്യന്മാരുടെ സംശയം അപ്പോൾ ഉദിക്കുകയാണ്. ഗുരു, ഇവൻ ഇങ്ങനെ ഒരു അന്ധനായി ജനിച്ചത് ആരുടെ പാപത്തിൻ്റെ ഫലമായിട്ടാണ്? ഇവൻ്റെ അന്ധതയിൽ ആരാണ് കുറ്റക്കാര്? ഇവൻ്റെ ഈ കാഴ്ചക്കുറവിൽ പിന്നിൽ പ്രവർത്തിച്ച ശക്തി എന്താണ്? ഏതെങ്കിലും ദൈവവചനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, പഴയ നിയമത്തിലെ ഏതെങ്കിലും വചനഭാഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്? വിശുദ്ധ ഗ്രന്ഥഭാഗം മുഴുവനും നമ്മൾ കേട്ടു. ഈശോയുടെ മറുപടി കേട്ടു. ഈശോ ചെയ്തു കൊടുത്ത അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടു, കേട്ടു, മനസ്സിലാക്കി. വിശുദ്ധ സുവിശേഷ ഭാഗം നാം വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചു എന്നുള്ളതിൻ്റെ സംതൃപ്തി അല്ല നമുക്ക് വേണ്ടത്. മറിച്ച് ആ സംഭവത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മളും അവിടെ ഉണ്ടായിരുന്നു, അതിൽ നമ്മളും പങ്കെടുക്കുന്നു എന്ന രീതിയിൽ വേണം അനുഭവത്തോടു കൂടി വചനഭാഗത്തെ, സുവിശേഷ ഭാഗത്തെ വായിക്കുവാൻ. ഈശോയും ശിഷ്യന്മാരും നടന്നു പോകുമ്പോൾ, ജനക്കൂട്ടങ്ങൾ വരുമ്പോൾ, അന്ധയാചകൻ വഴിയിലിരിക്കുന്നത് കാണുമ്പോൾ നമ്മളുടെയും കണ്ണുകളിൽ ആ ദൃശ്യം പെടുന്നുണ്ട്. അപ്പോഴാണ് നമുക്കൊരു അനുഭവത്തോടു കൂടി ഈ വചന സംഭവത്തിൽ പങ്കുചേരാൻ പറ്റുക. ഈ വചന സംഭവം മുഴുവനും വായിച്ചു കേട്ട നമുക്ക് ഒരു 3-4 കാര്യങ്ങൾ സന്ദേശമായി സ്വീകരിക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം, എൻ്റെ സ്വന്തം കുറവുകൾ ദൈവത്തിന് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള അവസരം ഒരുക്കുന്നു. എൻ്റെ കുറവുകളും പോരായ്മകളും ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നതാണ്.
ആരെയും കുറ്റപ്പെടുത്താനോ നീ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പരിതപിക്കുവാനോ മറ്റുള്ളവരെ അധിക്ഷേപിക്കുവാനോ ഉള്ള കാര്യമല്ല എൻ്റെ കുറവുകൾ. ജന്മന അന്ധനായ മനുഷ്യൻ്റെ കാഴ്ചക്കുറവ് ആരെയും കുറ്റപ്പെടുത്താനുള്ളതല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നതിന് വേണ്ടിയുള്ള അവസരമാക്കി ഈശോ കാണിച്ചു കൊടുക്കുക. സ്നേഹമുള്ളവരെ, കുറവുകളും പോരായ്മകളും ബലഹീനതകളും ഇല്ലാത്ത മനുഷ്യരില്ല. അപ്പസ്തോലന്മാരിൽ അഗ്രഗണ്യനായ പൗലോസ്ലീഹ തൻ്റെ തന്നെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. എനിക്ക് എന്തെങ്കിലും അഭിമാനിക്കുവാനുണ്ടെങ്കിൽ അതെൻ്റെ ബലഹീനതകളെക്കുറിച്ചാണ്. കാരണം എൻ്റെ ബലഹീനതകളിൽ ദൈവം ഇടപെടുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എൻ്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റിത്തരുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശംസിക്കുവാനുണ്ടെങ്കിൽ അതെൻ്റെ കുറവുകളെക്കുറിച്ചാണ്, എൻ്റെ ബലഹീനതകളെക്കുറിച്ചാണ് എനിക്ക് പ്രശംസിക്കുവാനുള്ളത്. എൻ്റെ ബലഹീനതകളെക്കുറിച്ചും എൻ്റെ കുറവുകളെക്കുറിച്ചും ഞാൻ ഒരു കഴിവ് കെട്ടവനായി പോയി എന്ന രീതിയിൽ പരിതപിക്കേണ്ടതില്ല. മറ്റുള്ളവരുടെ മുൻപിൽ ചെറിയവനായി പോയല്ലോ, ചെറിയവളായി പോയല്ലോ, അവിടെ ഒപ്പം നിൽക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന ഒരു ഭയാശങ്കയോടെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. ഏതെങ്കിലും കുറവുകളും പോരായ്മകളും നമുക്കുണ്ടെങ്കിൽ വഴിയരികിലിരിക്കുക, ഈശോ വരുന്ന വഴിയിലിരിക്കുക, ആ വഴിയിൽ മാത്രം ഇരിക്കുക. നമ്മുടെ തന്നെ വഴി തിരഞ്ഞെടുക്കുകയല്ല. ഈശോ കടന്നു വരുന്ന വഴിയിലിരുന്ന എത്രയോ പേര് സൗഖ്യപ്പെട്ടതിൻ്റെ ചരിത്രമുണ്ട് സുവിശേഷത്തിൽ. കർത്താവ് അതിലെയാണ് കടന്നു പോകാനിരുന്നത്, ആ വഴിയാണ് കടന്നു പോകാനിരുന്നത്. കർത്താവ് കടന്നു വരുന്ന ഒരു തനതായ വഴിയുണ്ട്, മറ്റാർക്കും കാണാൻ പറ്റാത്ത ഒരു യുണീക്ക് വേ, തനതായ ഒരു വഴി കർത്താവിനുണ്ട്. ആ വഴിയിലിരിക്കുമ്പോഴാണ് കർത്താവ് എൻ്റെ കുറവുകൾ കാണിച്ചു തന്നുകൊണ്ട് മറ്റുള്ളവർ വിചാരിക്കുന്നത് പോലെ അല്ല നിൻ്റെ കുറവിൻ്റെ അർത്ഥം എന്ന് കർത്താവ് എന്നെ പഠിപ്പിക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ കുറവുകൾ, പോരായ്മകൾ, ബലഹീനതകൾ എല്ലാം ദൈവത്തിന് അത്ഭുതം പ്രവർത്തിച്ച് പരിഹരിക്കാനുള്ള അവസരങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ ദൈവാശ്രയ ബോധത്തോടു കൂടി ജീവിക്കാം. രണ്ടാമത്തെ ചിന്ത സുവിശേഷ ഭാഗം പങ്കുവെച്ച് തരുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ തിരുവചനത്തിനോട് സാമ്യമുള്ളതാണ്. ഖാനായിലെ കല്യാണ വിരുന്നില് പരിശുദ്ധി അമ്മ പരിചാരകരോട് പറയുന്ന ഒരു വചനമുണ്ട്. ഇവിടെ വീഞ്ഞു തീർന്നു പോയിരിക്കുന്ന ഈ അവസരത്തിൽ അത്ഭുതകരമായ രീതിയിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ നമുക്കറിയാം, അവൻ പറയുന്നത് പോലെ ചെയ്യുക, അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക, അവൻ്റെ വചനങ്ങൾ കേൾക്കുക, അവൻ പറയുന്നത് മുഴുവൻ ശ്രദ്ധയോടെ കേട്ട് വേണ്ടതുപോലെ ചെയ്യുക. നിന്റെ കണ്ണും കാതും കരളും ബുദ്ധിയും മനസ്സും വിവേകവും എല്ലാം അവന് കൊടുക്കുക, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഈശോ അന്ധയാചകനോട് പറഞ്ഞു, നീ സിലോഹാ കുളത്തിൽ പോയി കഴുകിയിട്ട് വരിക, വേറെ ഒന്നും ചെയ്യണ്ട. അതിനു മുൻപ് എന്തൊക്കെയോ ഈശോ ചെയ്തു കൊടുത്തു, അവന് കാണുന്നില്ല, പക്ഷെ അവൻ അനുഭവിച്ചറിയുന്നുണ്ട്. എന്തോ ചെളി പുരണ്ട സാധനം, എന്തോ ചെളി പോലെയുള്ള സാധനം കണ്ണുകളിൽ പൂശപ്പെടുന്നുണ്ടെന്ന് അവന് ബോധ്യമായി. ഈശോ പറഞ്ഞ വചനം, നീ പോയി കഴുകിയിട്ട് വരിക, സിലോഹാ കുളത്തിൽ പോയി കഴുകിയിട്ട് വരിക. നല്ല ഒന്നാം തരം ഒരു വാർഷിക ധ്യാനമാണ് ഇവിടെ നടന്നതില്ലേ? നല്ല ഒന്നാം തരം ഒരു വാർഷിക ധ്യാനമാണ്. ഈശോയെ കാണുന്നു, അനുഭവിക്കുന്നു, വചനം കേൾക്കുന്നു, പോകുന്നു, കഴുകുന്നു, കുമ്പസാരിക്കുന്നു, പാപമോചനം പ്രാപിച്ച് തിരിച്ചു വരുന്നു, യേശുവിനെ അനുഗമിക്കുന്നു. ധ്യാനത്തിൻ്റെ എന്തെങ്കിലും ആകട്ടെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അവൻ പറയുന്നത് ചെയ്താൽ നിനക്ക് അത്ഭുതമുണ്ടാകും. അനുസരണം അത്ഭുതം വിരിയിക്കുന്നു. അനുസരണം അത്ഭുതം വിരിയിക്കുന്നു. ദൈവത്തെ അനുസരിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. ദൈവത്തെ അനുസരിച്ചാൽ ദൈവം അനുഗ്രഹം അത്ഭുതമായ രീതിയിൽ ചെയ്തു തരുന്നു. വിശുദ്ധ ഗ്രന്ഥം ഇന്നത്തെ ഈ സുവിശേഷ സംഭവം ഉദാഹരണമാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക. സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്നത്തെ കാലത്ത് അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ്. മറ്റു പലരും പല കാര്യങ്ങളും പറയുന്നത് ചെയ്യുവാൻ നമുക്ക് എളുപ്പമുണ്ടെന്ന് തോന്നും. നമ്മുടേതായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കും. മറ്റുള്ളവർ പറയുന്നതാണ് ശരി, അവർ പറയുന്നതാണ് ശരി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ദുർബലപ്പെടുകയാണ്. പഠിച്ചു വെച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണം ദുർബലപ്പെടുക, നമ്മൾ തന്നെ ദുർബലപ്പെടുത്തുക. അവൻ പറയുന്നത് ചെയ്യുക, അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഈശോ പറയുന്ന വചനങ്ങളെല്ലാം നിർദ്ദേശങ്ങളായി നാം അനുസരിക്കേണ്ടതാണ്.
അതെല്ലാം അനുസരണ അത്ഭുതങ്ങൾ വിരിയിക്കുന്നു. സിലോഹാക്കുളത്തെ പോയി കഴുകുക, നീ ഇതുപോലെ ചെയ്യുക, നിനക്ക് കാഴ്ച കിട്ടും. ആ കാര്യം അവനനുസരിച്ച് തിരിച്ചു വരിക. മൂന്നാമത്തെ ചിന്ത, സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന മൂന്നാമത്തെ ചിന്ത ലളിത വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തിയാണ്. സിമ്പിൾ ഫെയ്ത്ത്. ലളിത വിശ്വാസം ഫലം പുറപ്പെടുവിക്കുന്നു. എങ്ങനെ? ഇവിടെ ഈശോയും ഈ അന്ധയാചകനും ഈ അന്ധനായ മനുഷ്യനും തമ്മിൽ ഒരു വാഗ്വാദങ്ങളോ തർക്കങ്ങളോ കോലാഹലങ്ങളോ ഒന്നുമില്ല. ഗഹനങ്ങളായ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നില്ല. ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളില്ല. എല്ലാം സംഭവിച്ചവ നമുക്കറിയാം. നീ പോയി സിലോഹാക്കുളത്തിൽ കഴുകിയിട്ട് വരിക, അത് മാത്രമേ ഉള്ളൂ. അവൻ അതും വിശ്വസിച്ച് പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ഒറ്റ വാക്കും വിശ്വസിച്ച് അവൻ പോവുകയാണ്. അവൻ്റെ സിമ്പിളായിട്ടുള്ള നിസ്സാരമായ ലളിതമായ വിശ്വാസം നോക്കുക. അവന് ഒരുപാട് കാര്യങ്ങൾ സംശയമുണ്ടാകാം, തർക്കങ്ങൾ ഉണ്ടാകാം, വാദഗതികൾ ഉണ്ടാക്കാം, കോലാഹലങ്ങൾ ഉണ്ടാക്കാം, പരിഹാസ രൂപേണയുള്ള സംസാരങ്ങൾ ഉണ്ടാക്കാം. ഒന്നുമില്ല. ഈശോ പറയുന്ന ഒറ്റ വാക്കിൽ വിശ്വസിക്കുക, നീ പോയി കഴുകിയിട്ട് വരിക, ബാക്കിയുള്ള കാര്യങ്ങൾ സംഭവിച്ചല്ലോ. സിമ്പിൾ ഫെയ്ത്ത് ആണ്. നമ്മളെ പോലെയുള്ള മനുഷ്യർക്ക് ഈ ലളിതമായ വിശ്വാസം, ലളിത വിശ്വാസ രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. വലിയ വലിയ ദൈവശാസ്ത്ര ചിന്തകളൊന്നും നമുക്കുണ്ടാകണമെന്ന് നിർബന്ധമില്ല. വലിയ വലിയ ഗഹനമായ ആശയങ്ങളൊന്നും നമുക്കുണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈശോയുടെ കൊച്ചു കൊച്ചു വചനങ്ങളുണ്ട്. നീ ഇത് ചെയ്യുക, ഇത് ചെയ്യരുത്, ഇന്നതുപോലെ ചെയ്യുക, ഇന്നതനുസരിക്കുക, ഇന്നത് പഠിപ്പിക്കുക. കൊച്ചു കൊച്ചു വചനങ്ങളുണ്ട്. കണ്ണുമടച്ച് വിശ്വസിക്കാം കർത്താവിനെ, കണ്ണുമടച്ച് അവിടുത്തെ വചനങ്ങളെ വിശ്വസിക്കാം. അതിൻ്റെതായ ഫലം നമുക്ക് കിട്ടുന്നു. ലളിതമായ വിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തി, ഈ അന്ധനായ മനുഷ്യൻ്റെ ലളിതമായ വിശ്വാസം, ആ ലളിതമായ വിശ്വാസത്തിന് അതിൻ്റെ ഫലമുണ്ടാകുന്നു. നാലാമത്തെ ചിന്ത, അവസാനത്തെ ചിന്ത, ലളിതമായ വിശ്വാസം ആഴത്തിലുള്ള വിശ്വാസത്തിൻ്റെ ആദ്യപടിയാണ്. ലളിതമായ വിശ്വാസം ആഴത്തിലുള്ള വിശ്വാസത്തിൻ്റെ ആദ്യപടിയാണ്. ഈ അന്ധന് സംഭവിച്ചത് അങ്ങനെയാണ്. അവനൊന്നും അറിഞ്ഞില്ല. ഈശോ പറഞ്ഞതുപോലെ പോയി കഴുകി തിരിച്ചു വന്നു. ലളിതമായ വിശ്വാസത്തോടു കൂടി ജീവിച്ചു, പ്രവർത്തിച്ചു. തിരിച്ചു വന്നപ്പോൾ അവന് കാഴ്ച കിട്ടി. അവൻ ഈശോയെ കണ്ടു. ഈശോ ചോദിച്ചു, നീ അവനിൽ വിശ്വസിക്കുന്നുവോ? വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുപോവുക. നീ അവനെ വിശ്വസിക്കുന്നുവോ? അവൻ്റെ മറുപടി, കർത്താവേ, ഞാൻ അവനെ വിശ്വസിക്കേണ്ടതിന്, അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? ചോദ്യങ്ങൾ ഉണ്ടാവുകയാ. ആദ്യ പടിയിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവൻ കടന്നു ചെല്ലുക. കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? ഈശോ പറഞ്ഞ മറുപടി, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കാണാൻ പാടില്ലാത്തവൻ കണ്ടു കഴിയുന്നു. യേശുവിനെ സ്വരം മാത്രം കേട്ടവൻ, യേശുവിൻ്റെ സ്വരം മാത്രം കേട്ടവൻ കണ്ണുകൊണ്ട് അവനെ തിരിച്ചറിയുക. അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം കൂടി, വിശ്വാസത്തിൻ്റെ ഗതി വർദ്ധിച്ചു. കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈശോയെ സാഷ്ടാംഗം പ്രണമിച്ചു എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. ഇത് കർത്താവാണെന്നും ദൈവമാണെന്നും വിശ്വസിക്കേണ്ടവനാണെന്നും അവന് ബോധ്യമായി. ഇനി ഒരു കാരണവശാലും അവൻ, ഈ അന്ധൻ, കാഴ്ച പ്രാപിച്ചവൻ ഈശോയെ വിട്ടുപോവുകയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ആരെങ്കിലും പുറത്താക്കിക്കൊള്ളട്ടെ, സിനഗോഗുകളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ പഴി പറഞ്ഞ് പുറത്താക്കിക്കൊള്ളട്ടെ, പക്ഷേ അവൻ ഈശോയെ വിട്ടുമാറില്ല എന്ന കാര്യം ഉറപ്പായി. അവൻ്റെ വിശ്വാസം അത്രമാത്രം ദൃഢതരമായി യേശുവിനോട് അടുപ്പിച്ചു. സ്നേഹമുള്ളവരെ, ഈ ദിവ്യമായ ആശയങ്ങൾ, ഈ ദിവ്യമായ സന്ദേശങ്ങൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് മുതൽക്കൂട്ടായിരിക്കട്ടെ. നമ്മുടെ സാധാരണ വിശ്വാസ ജീവിതത്തിൽ ഈ വചനഭാഗം വലിയ ശക്തി പകരട്ടെ. അത്ഭുതങ്ങൾ വിരിയിക്കുവാൻ പ്രാപ്തിയുള്ളവനായ കർത്താവ് നമ്മൾ ഏത് കാര്യത്തിൻ്റെ വേണ്ടി ഇന്ന് അസ്വസ്ഥതപ്പെടുന്നുവോ, ഏത് കുറവുകളുടെ കാര്യത്തിൻ്റെ പേരിൽ ഇന്ന് പരിതപിക്കുന്നുവോ, അതെടുത്തു മാറ്റുവാൻ കർത്താവിന് ശക്തിയുണ്ട്. ലളിതമായ വിശ്വാസം, ആഴത്തിലേക്കുള്ള വിശ്വാസത്തിൻ്റെ മുന്നോടി എന്ന രീതിയിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ മുൻപാകെ ആയിരിക്കാം.
സൽഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ധാർമ്മിക ജീവിതം നയിച്ചുകൊണ്ട് വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് കർത്താവിന് നമ്മിൽ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അവസരം നമുക്ക് തന്നെ സൃഷ്ടിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായെ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളെ ചുടുനിണത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോൽത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രസ് മെത്രാപ്പോൽത്തായെയും ഞങ്ങളുടെ മേൽദക്ഷനും പിതാവുമായ മാർ ജേക്കബ് മെത്രാനെയും മാർ പീറ്റർ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും പുലർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ സ്ലീഹന്മാരെ നിയോഗിച്ച കർത്താവേ, സ്ലീഹന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവ വിളിക്കനുസൃതമായി സുശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗസൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിതവേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിതരംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം നിന്റെ കൃപാസനം കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമാ ശരണപ്പെട്ടു. കർത്താവിൻ പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ.
താതനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമോർത്തിടാ പാവന നീ ബലി സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവാ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു.
പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവ്വപിതാവാബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു
സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ വിണ്ടലനാഥ ഓശാന 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 മഹിതലനാഥ ഓശാന 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 വിണ്ടലനാഥ ഓശാന 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 മഹിതലനാഥ ഓശാന 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 സർവചരാചര സൃഷ്ടാവേ പരിപാലകരേ വാഴ്ത്തിടാം സർവചരാചര സൃഷ്ടാവേ പരിപാലകനെ വാഴ്ത്തിടാം. പരിശുദ്ധൻ 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 കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ
എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജേക്കബ് മെത്രാന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷകർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോംശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോംശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു,
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോം ശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാവമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും അടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. നമ്മെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തൻ്റെ ശരീര രക്തങ്ങൾ നമുക്ക് നൽകിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവർണ്ണനീയമായ രഹസ്യങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ മാലാഖമാർ പോലും ഭയഭക്താദരങ്ങളുടെ നിലകൊള്ളുന്നു. ഇതാ മിശിഹായുടെ ശരീര രക്തങ്ങൾ. സഹോദരരെ, അവിടുത്തെ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യുവിൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ചുകൊണ്ട് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഔന്നത്യമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദൈവരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടി അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ദിവരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിൻ്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവാം മിശിഹാ വഴിയാം ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും
അരുളിയ പോലെ നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കവരുടമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ.